നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെന്മാറ പോത്തുണ്ടിയിൽ കൊല്ലപ്പെട്ട സുധാകരന്റെയും സജിതയുടെയും മക്കൾക്ക് ഇന്നും പേടി സ്വപ്നമാണ് ചെന്താമര എന്ന കൊടും കുറ്റവാളി. 2019 ഓഗസ്റ്റ് 31 പാലക്കാട് പോത്തുണ്ടിയിൽ ചെന്താമര ആദ്യ കൊലപാതകം നടത്തിയത്. പിന്നീട് ഈ കേസിൽ വിചാരണ ഘട്ടത്തിൽ ജാമ്യത്തിൽ കഴിയവേ കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് സജിതയുടെ ഭർത്താവ് സുധാകരനെയും സുധാകരന്റെ മാതാവ് ലക്ഷ്മിയെയും സമാനമായ രീതിയിൽ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതോടെ അനാഥരാവുകയായിരുന്നു സുധാകരന്റെയും സജിതയുടെയും പെൺമക്കളായ അതുല്യയും അഖിലയും. ഇന്നും അച്ഛന്റെയും അമ്മയുടെയും ജീവനെടുത്ത കൊടും കുറ്റവാളി തങ്ങളുടെയും ജീവൻ അയാൾ കവരുമോ എന്ന ഭയത്തിലാണ് അവർ കഴിയുന്നത്. ചെന്താമരയിനെ പുറം ലോകം കാണരുത്, എത്രയും വേഗം വധശിക്ഷ നടപ്പിലാക്കണം എന്നാണ് ഇരുവരും ആവശ്യപ്പെടുന്നത്. അഖിലയും അതുല്യയും ഇന്നും പേടി സ്വപ്നത്തോടുകൂടി എന്നാണ് ഈ വിധിയിൽ സന്തോഷമുണ്ട്, പക്ഷെ വിധി നടപ്പായാൽ മാത്രമേ പൂർണ്ണ സന്തോഷമാവുകയുള്ളൂ എന്ന് പ്രതികരിച്ചിരുന്നു. എന്തായാലും 2019 പോയതുപോലെ അല്ല ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ നല്ല ശരീരമൊക്കെ വന്നിട്ടുണ്ട്. ഫിറ്റായ ഒരാൾ വെളുത്ത് സുന്ദരനായിട്ട് കല്യാണത്തിന് വരുന്നത് പോലെ വെള്ള ഷർട്ടും വെള്ള മുണ്ടും ഒക്കെ ഉടുത്താണ് ഇയാൾ കോടതിയിൽ തന്നെ വരുന്നത്. ഞങ്ങൾ ഇവിടെ പേടിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് നല്ല കടുത്ത ശിക്ഷ കൊടുത്താൽ ഇനി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്കെങ്കിലും പേടി ഉണ്ടാകും. എത്രയും വേഗം തൂക്കുകയർ കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അയാൾ ഒരു പക്ഷേ ഇനിയും പുറത്തിറങ്ങുമോ എന്നും പുറത്തിറങ്ങിയാൽ ഞങ്ങളെ കൊല്ലപ്പെടുത്തുമോ എന്നും നല്ല പേടിയുണ്ട്. കോടതിയിൽ അയാൾ കരഞ്ഞെന്നും ജയിലിൽ ജോലി ചെയ്ത് കിട്ടുന്ന തുക എനിക്ക് തരാമെന്ന് പറഞ്ഞെന്നുമൊക്കെയാണ് പറയുന്നതെന്ന് റിപ്പോർട്ടിലുണ്ട്. അയാൾ എന്നെ നോക്കാൻ അല്ലെങ്കിൽ ഞങ്ങളെ നോക്കാന്ന് പറഞ്ഞിട്ട് എന്നെയും കൊല്ലും എന്നാണ് പറയുന്നത്. ഞാൻ ഇപ്പോൾ ബാങ്ക് കോച്ചിങ് ചെയ്യുകയാണ്, പഠിക്കണം. കൂടുതൽ പഠിക്കുകയാണെങ്കിലും വീട്ടിലെ അമ്മാമ്മയും അപ്പാപ്പനും കഷ്ടപ്പാടാണ്. അവർ എന്നെ നോക്കാൻ വേണ്ടി പണിക്ക് പോവുകയാണ്. അവർക്കും വയസ്സായതല്ലേ, പെട്ടെന്ന് ഒരു ജോലി വാങ്ങി അവരെ നോക്കണമെന്നാണ് ഇപ്പോഴത്തെ ആഗ്രഹം എന്നാണ് രണ്ട് കുട്ടികളും പറയുന്നത്. തീർച്ചയായിട്ടും അതിലൊരു കുട്ടിയുടെ ജോലി അത് സർക്കാർ ഏറ്റെടുക്കണം, അവർക്ക് കൊടുക്കാനുള്ള നഷ്ടപരിഹാരം സർക്കാർ ഏറ്റെടുക്കണം എന്നാണ് കോടതി വിധിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ കുട്ടികൾക്ക് ജോലി കൊടുക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം.